പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്തുകളാണ് ഏറ്റവും നല്ല ആവേശമെന്ന് പറയുന്നത്. രണ്ട് ദിക്റുകൾ അത്ഭുതമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരുന്ന പരിശുദ്ധമായ ദിവസങ്ങളാണ് വ്യാഴവും വെള്ളിയൊക്കെ. ആ പരിശുദ്ധമായ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട്, അള്ളാഹുവിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷവും സമാധാനവും അള്ളാഹു നിങ്ങൾക്കൊക്കെ എത്തിച്ചു തരുന്നതാണ്. അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധരായ പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു പോലും നീറുന്ന മനസ്സോടെ, ഹൃദയത്തോടെ, നല്ല ഈമാനിന്റെ മാധുര്യത്തോടെ വരുന്നവരാണ്. സന്തോഷത്തിന്റെ വഴികളിലൂടെ അവർ മുന്നോട്ട് പോകുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാര് എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോ അല്ലാത്ത ദിവസങ്ങളിലും അവരിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലും. അവരൊരുപാട് പാപങ്ങൾ ചെയ്തിട്ടല്ല, ഒരുപാട് തിന്മകൾ ചെയ്തിട്ടല്ല, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടല്ല. പിന്നെ എന്തിനാണ് അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലങ്ങൾ അവർക്ക് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന എന്തിനാണ്? പാപങ്ങൾ മാത്രം കഴുകിക്കളയാനല്ല, തെറ്റുകൾ മാത്രം ഉള്ളത് കൊണ്ടല്ല. അതല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകൾ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട് ആയിരക്കണക്കാന് തെറ്റുകൾ ചെയ്തത് കൊണ്ടല്ല ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. ജീവിതത്തിൽ സങ്കടമുള്ളവർ, ജീവിതത്തിൽ പ്രയാസമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കണ്ണീരുകളൊക്കെ മാറിപ്പോകാൻ ഇസ്തിഗ്ഫാർ ഏറ്റവും നല്ലതാണ്. കടമുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം, അല്ലാത്തപ്പോഴും ചൊല്ലാം. പക്ഷേ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിനോടൊപ്പം അല്ലാഹു നമ്മളെ കടങ്ങളെ മാറ്റും, അല്ലാഹു നമ്മുടെ സങ്കടങ്ങളെ മാറ്റും, അല്ലാഹു നമ്മുടെ വേദനകൾ മാറ്റും. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തആല ചൊരിഞ്ഞു നൽകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കടന്നു വരുമ്പോ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഏതെന്നറിയുമോ? അല്ലാഹു നമുക്ക് തരുന്ന സന്തോഷമേതെന്നറിയുമോ? അല്ലാഹു നമുക്ക് തരുന്ന ആനന്ദമേതെന്നറിയുമോ? നിങ്ങൾ പോലും അറിയാതെ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി റഹ്മത്തുകൾ ചൊരിക്കും. അതൊന്നുകിൽ നിങ്ങളുടെ മക്കളിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുടുംബക്കാരിലൂടെ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്തുകൾ ചൊരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. എപ്പോഴും അതൊരു മാറ്റമാണ്. അത് ചൊല്ലാനുള്ളൊരു മനസ്സ് എത്രയോ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ഒരു പിന്നെ തസ്ബീഹ് എടുത്ത് വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ? ചില ഉമ്മമാര് ഇങ്ങനെ ചൊല്ലും തസ്ബീഹ്, ഒരു തസ്ബീഹ് ഇങ്ങനെ കയ്യിലുണ്ടാവും. മോളെ അരിക്ക് വെള്ളം ഒഴിച്ചോ, മീന്റെ കറി അർത്ഥം, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ തസ്ബീഹ് പറയുന്നുണ്ട്. മറിഞ്ഞ് 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 അവസാനം കഴിയും. വർത്താനം വേറെ വഴി കൂടെ. 100 ദിക്റ് അല്ലേ? എവിടാ ദിക്റ്? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നിറഞ്ഞ മനസ്സോടെ അല്ലാഹു എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് മാത്രമല്ല, ഏതാഗ്രഹമാണ് ഖൽബിൽ വെച്ചുകൊണ്ട് ചൊല്ലുന്നത് അവിടെ ഒരുപാട് പ്രതീക്ഷകൾക്ക് വകയുണ്ടല്ലോ, ഒരുപാട് പോരിശകൾക്ക് വകയുണ്ടല്ലോ. ഒരു പ്രതീക്ഷയുണ്ടാകണം നമ്മുടെ ഖൽബിന്റെ ഉള്ളില്. ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് നല്ലത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ. അല്ലാഹുവിലേക്ക് ഇങ്ങനെ പൊറുക്കലിനെ ചോദിക്കുകയാണ്. വെള്ളിയാഴ്ച എന്ന് മാത്രമല്ല, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. രണ്ടാമത്തതോ, നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാധുര്യം ഏതെന്നറിയുമോ? അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ. മദീനയുടെ മണിമുത്തിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ഓരോ സ്വലാത്തുകൾ ചൊല്ലുമ്പോഴും മനസ്സുകൊണ്ട് ഉറപ്പിക്കണം, അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ ഈ വരറ്റത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഞാൻ സ്വലാത്തുകൾ ചൊല്ലുകയാണ്. എന്റെ റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബയുടെ ചോട്ടില് അവിടെ പോയി നിന്നിട്ട് ആ പച്ചക്കുബ്ബ കണ്ട് റൗളയുടെ അടുത്ത് നിന്ന്, ഖബർ ഷരീഫിന്റെ അടുത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാ എനിക്ക് വിധി നൽകണമെന്ന് പറഞ്ഞ് നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചോ. ഒരു വസീലയില്ലാതെ നേരിട്ട് ഹബീബിന്റെ അടുക്കൽ സ്വലാത്തുകൾ എത്തുമല്ലോ. അതിലൂടെ ഉംറക്ക് പോകാൻ, ഹജ്ജിന് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമല്ലോ. എല്ലാവർക്കും ആഗ്രഹമാണ്. ഒരുപാട് ദുആകൾ ഞാൻ വായിച്ചു.
ആ വായിച്ചിട്ടുള്ള ദുആകളിൽ മുഴുവനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്താ ഉള്ളത്? വായിച്ചിട്ടുള്ള സകലമാന ദുആകളിലും ഒന്നാണ് ഉസ്താദേ ഉംറക്ക് പോകണം. പിന്നെ ഒന്നുകൂടെ പറയാം, ഉംറക്കൊക്കെ പോകാൻ കൊതിക്കുന്ന ഉമ്മമാരുണ്ടോ? എന്റെ കൂടെ വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ ആരെ കൂടെ പോയി ഉംറ ചെയ്താലും അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. അല്ലാഹു ആരോഗ്യം തരുന്ന സമയത്താണ് ഉംറ ചെയ്യാനുള്ളത്. ഇല്ലേ? ഉംറ ചെയ്യുന്നപ്പോഴാ കാലിന്റെ മുട്ടൊക്കെ വളഞ്ഞൊരു വഴിക്കായി ഒരു വടി ഇടിച്ച് ചിരിക്കുമ്പോഴല്ല, അതിന് മുമ്പ് പോണം. മുമ്പ് പോയിട്ട് ആരോഗ്യമുള്ള സമയം ജബലുന്നൂർ, ജബൽ റഹ്മ എല്ലാം ഒന്ന് കയറണം. അപ്പോഴാ നമുക്കൊരു വിജയം ഉണ്ടാവുക. അല്ലാഹ് ഞാൻ അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, പള്ളിയിൽ പോയി സന്തോഷിച്ചല്ലോ, അൽഹംദുലില്ലാഹ് തവാഫ് ചെയ്തല്ലോ, അല്ലേ? ആ ഒരു ചിന്തയിലൂടെ വന്നു നോക്കിയേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ ചിന്തിക്കണേ. ഒരുപാട് പ്രായമായിട്ട്, ഒരുപാട് വയസ്സായിട്ടല്ല പോകാനുള്ളത്. അള്ളാഹു നല്ല ആരോഗ്യം തരുമ്പോ കൈക്കും കാലിനുമൊന്നും ഒരു കുഴപ്പമില്ലാതെ അള്ളാഹു നല്ല തന്റെ ഇടവും ആരോഗ്യവും തരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്താണ് ഉംറ ചെയ്യാനുള്ളത്. ആ സമയത്താണ് തവാഫുകൾ ഒരുപാട് ചെയ്യാൻ പറ്റുന്നത്. എത്ര തവാഫുകൾ ചെയ്യുന്നു അത്രയും പുണ്യമാ. അതിനങ്ങനെ തവാഫുകൾ ചെയ്യണമെങ്കിൽ ആരോഗ്യമല്ല അല്ലാഹു തന്ന സമയത്ത് നിങ്ങൾ പോകുമ്പോഴാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് പോക്കോ. എങ്ങനെ ഉസ്താദെ പോകും? എങ്ങനെ ഇപ്പൊ മുറക്കുക? ആകപ്പോ 2 കമ്മൽ 2 വളയല്ലേ ഉള്ളൂ. മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകും? ഇല്ല. മരണപ്പെട്ടു പോകുമ്പോൾ കൊണ്ടുപോയില്ല. ഏതായാലും ഉള്ളത് കൊടുത്തിട്ട് പൊക്കോ, ഉള്ളത് കൊടുത്തിട്ട് പൊക്കോളി. ഞാൻ ഇനിയിപ്പോ നിങ്ങളത് പറയുമ്പോ എന്റെ കൂടെ തന്നെ വരണമെന്നൊന്നും ഞാൻ പറയണില്ല. അതിനൊന്നും ഞാൻ ഇന്നുവരെ അങ്ങനെ ആരെയും വിളിച്ചിട്ട് എന്റെ കൂടെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ് അവിടെ എത്താനുള്ള തൗഫീഖ് തരട്ടെ, അവിടെ എത്താനുള്ള തൗഫീഖ് തരട്ടെ. ഒരുപാട് ഉംറകൾ ചെയ്യാൻ, ഒരുപാട് ഹജ്ജുകൾ ചെയ്യാൻ, ഒരുപാട് നല്ല വഴികളിലൂടെ കടന്നു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വലാത്തുകൾ ഇങ്ങനെ ഖൽബിലൂടെ കൊണ്ടുവാ. എന്തിനാ നമുക്കൊരു മടി? എല്ലാവരും ചൊല്ല്. മണിമുത്ത് മദീനയിലാണോ, മന്ദാര ചെപ്പിൻ അഴകാണോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കരുണ കടലോരേ, മുത്തു നബി ശഫീഉൽ ഉമ്മ. മദീനയുടെ മണിമുത്തിനെ കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് സ്വലാത്തിന്റെ മന്ത്രങ്ങളൊന്ന് ചൊല്ലുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവേ ആരോഗ്യമുള്ള സമയത്തെന്നെ എത്തിക്കണേ അല്ലാഹ്. ഞാൻ ഇത് വെറുതെ പറഞ്ഞല്ല. ഹജ്ജിന് പോയവരും ഉംറക്ക് പോയവരൊക്കെ നമ്മുടെ ലൈവ് കാണുന്നവരുണ്ട്. ആരോഗ്യമുള്ളവര് പോകുന്നെന്ന് ചിന്തിച്ചു നോക്ക്. ആരോഗ്യം ഇല്ലാത്തവര് പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഇല്ലേ? മോളെ കൈയൊന്ന് പിടിക്കോ, കേറാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല. മോളെ തവാഫിന്റെ ഇടയിൽ ആളുകൾ ഇടിച്ചൊന്ന് പിടിച്ചോണേ. ആരോഗ്യമുള്ള സമയം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. നാളെ അള്ളാഹു ചോദിക്കുമല്ലോ, നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? അന്ന് പെങ്ങളെ നമുക്ക് പറയാൻ പറ്റുമോ? അന്ന് ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൂടി കുറച്ചുകൂടെ തെറ്റൊക്കെ ചെയ്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവസാനം പിന്നെ ചെയ്യാമെന്ന് കരുതി അതുവരെ ജീവിച്ചിരിക്കുമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് നമുക്കുണ്ടോ? ഇല്ല. അതുവരെ ജീവിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ഉറപ്പ് എനിക്കൊന്നും കൊണ്ടില്ല. നല്ല ചുറുചുറുക്കുണ്ട്. ഇന്നിപ്പോ എന്റെ കൈക്കൊരു കുഴപ്പമില്ല. നല്ല ആരോഗ്യത്തോടെ പറയുമ്പോ എന്റെ ശബ്ദത്തിനും ഒരു കുഴപ്പവുമില്ല. അത് മാത്രമല്ല, നിങ്ങളെ കണക്കുള്ള ഉമ്മമാര്, സഹോദരങ്ങൾ, ഉസ്താദുമാര്, തങ്ങന്മാരുടെ ഒക്കെ ദുആ കൊണ്ട് പോകുന്നുണ്ട്. ഇന്ന് കൈ നല്ല ബലത്തിൽ ചലിപ്പിക്കുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഈ ചലനം പിന്നെ ഇല്ല. ഇങ്ങനെ പൊക്കുന്ന കൈ പിന്നെ മെല്ലെ പൊക്കാൻ പറ്റുള്ളൂ. സ്പീഡിന് വെക്കുന്ന സ്റ്റെപ്പുകൾ മെല്ലെ വെക്കാൻ പറ്റുള്ളൂ. കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയി, അമലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരോഗ്യമുള്ളവരൊക്കെ കടന്നു വന്ന് ജബലുന്നൂറിൽ ഇങ്ങനെ കയറി പോകുമ്പോ ഖദീജ ഉമ്മ കടന്നു പോയ ജബലുന്നൂറ്, ഖദീജ ഉമ്മ കടന്നു പോയിട്ടുള്ള പർവ്വതങ്ങള്, പ്രിയപ്പെട്ട സ്വഹാബത്ത് കടന്നു പോയ പർവ്വതങ്ങൾ, ചുറുചുറുക്കുള്ളവര് കടക്കുമ്പോ വയസ്സായിട്ടുള്ളവര് ചിന്തിക്കും, അല്ലാഹ് ആരോഗ്യമുള്ള സമയത്തൊന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് ഹജ്ജ് ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് ഉംറ ചെയ്തിരുന്നെങ്കിൽ അതെത്ര മെച്ചമാണ് റബ്ബേ. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യണം സഹോദര സഹോദരിമാരെ. എന്തിനാ പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല.
നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ ചിന്തിക്ക് സഹോദര, നിങ്ങൾ ചിന്തിച്ചു നോക്കണ്ട മുഅ്മിനീങ്ങളെ. ആരോഗ്യം അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്, ഇല്ലേ? ഒരു സ്വഹാബി അവിടെ നിന്ന് കരഞ്ഞിട്ട് പറയാണ്, എനിക്ക് ആരോഗ്യമില്ലല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റില് ഞാനന്ന് നല്ലതുപോലെ തവാഫ് ചെയ്യുമായിരുന്നല്ലോ. എന്റെ കാലിന്റെ മുട്ടുകൾ വേദനിക്കുന്നുണ്ട്, എന്റെ കാലുകൾ ഇങ്ങനെ വേദനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എനിക്കൊന്ന് ആരോഗ്യം, പണ്ടെനിക്ക് തന്നുപോയ ആരോഗ്യം ഒന്ന് തിരിച്ചു തരുമോ റബ്ബേ? ഒന്ന് കഅബാലയത്തിന്റെ ചാരത്തുകൂടെ ഞാനൊന്ന് നടന്നോട്ടെ റബ്ബേ. കഅബാലയത്തിന്റെ അരികിലൂടെ ഈ സ്വഹാബി പറയാ, കഅബാലയത്തിന്റെ അരികിലൂടെ ഞാനൊന്ന് നടന്നോട്ടെ റബ്ബേ. ഇന്നെന്റെ ആരോഗ്യം പോയി, ഒരല്പം, ഒരു ദിവസം, കുറച്ചു നേരമെങ്കിലും എന്റെ കാലിന്റെ ആരോഗ്യം തന്നെങ്കിൽ ഈ പരിശുദ്ധമായ മത്താഫിലൂടെ ഈ കഅബാലയത്തിന്റെ കില്ല മുത്തി മുത്തി ഞാനന്ന് നടക്കുമായിരുന്നു. ഇന്ന് എനിക്കതിന് കഴിയില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് എനിക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നമുക്ക് ചെയ്യണം, നമുക്ക് നല്ല അമലുകൾ ചെയ്യണം. അൽഹംദുലില്ലാഹ്, മലക്കുണ്ട് ജബലുൽ മലായിക, പരിശുദ്ധമായ ബദറിൽ മലക്കുകൾ ഇറങ്ങിയ മല. നമ്മുടെ കൂടെ വന്ന ഉമ്മമാരൊക്കെ അങ്ങ് ഏറ്റവും മുകളിൽ കയറി പോണുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഏറ്റവും നല്ല മുകളിൽ പോയിട്ട് ഇറങ്ങി വന്നു. അത് ഏത് മലയെന്നറിയോ? ബദർ യുദ്ധക്കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദീരീങ്ങളെ, നിരയത്ത് മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയേ, നിറവാലേ ഷഹീദാടിയ ശുഹദാക്കളെ. ശത്രുക്കളായിരം മട്ടാണ്, ശക്തി ആയുധ സാമഗ്രി ജോറാണ്. മുത്തു നബി സൈന്യം കുറവാണ്, വെറും 313 പേരാണ്. പരിശുദ്ധ തക്ബീറിൻ ധ്വനിയെങ്ങും മുഴക്കിയേ, ഇരുശൂര പുരുഷരാം ബദീരീങ്ങളെ. ബദറില് പരിശുദ്ധമായ മാലാകമാർ ഇറങ്ങിയിട്ടുള്ള മലയാണ് ജബലുൽ മലായിക. ആ മലയുടെ ചുവട്ടിൽ അല്ലാഹുവേ രാത്രി ഒന്ന് കാണണത്, കണ്ടവർക്കറിയാം. അൽഹംദുലില്ലാഹ്, എന്റെ കൂടെ വന്നവരെ, ഇപ്രാവശ്യം വന്നവരൊക്കെ അൽഹംദുലില്ലാഹ് അവിടെ പോയി. കയറാൻ പറ്റുന്നവരൊക്കെ കുറച്ചങ്ങോട്ട് കയറി. അത് ഒരുപാട് മണൽക്കൂമ്പാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു പ്രത്യേക ഒരു ഐശ്വര്യം അത് കാണാൻ, പ്രത്യേക ഒരു ബറക്കത്താണ് അത് കാണാൻ. എന്ത് രസമെന്നറിയോ? ബദറിന്റെ തൊട്ടടുത്തായി. എന്റെ പ്രിയപ്പെട്ടവർ, അവിടെ എത്താനുള്ള വഴി നോക്കൂ. സ്വർണ്ണങ്ങളൊക്കെ പിന്നെയും കിട്ടും, സ്വർണ്ണങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹ് വിചാരിച്ച പിന്നെയും കിട്ടും, ഇല്ലേ? പക്ഷെ ഉംറ ജീവിതകാലത്ത് മരിക്കുന്നതിന് മുമ്പ്, ആരോഗ്യമുള്ളതിനു മുമ്പ് ഒരു വട്ടം, അല്ലേ? എത്ര ഉമ്മമാരാണ് കഅബാലയത്തിന്റെ മുമ്പിൽ വന്നിട്ട് കരയുന്നത്, കരഞ്ഞിട്ട് പറയുന്നത്, ഉസ്താദേ ഇവിടെ വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ കയ്യിലുള്ള സ്വർണങ്ങൾ വിറ്റിട്ടാണ് ഞാനിവിടെ വന്നത്. ഇപ്പൊ ഞാനിവിടെ വന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയല്ലോ, ഉംറകൾ ചെയ്യാൻ പറ്റിയല്ലോ, കഅബാലയത്തെ മുത്താൻ പറ്റിയല്ലോ. ജീവിതത്തിന്റെ സങ്കടങ്ങൾ മുഴുവനും കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയാൻ പറ്റിയല്ലോ. പല പ്രാവശ്യം കഅബാലയത്തിന്റെ അരികിലൂടെ എനിക്ക് നടക്കാൻ പറ്റിയല്ലോ. കഅബാലയത്തിന്റെ വഴികളിലൂടെ നടന്ന് ആ കഅബാലയത്തിന്റെ അരികിലൂടെ തവാഫുകൾ ചെയ്യാൻ പറ്റിയല്ലോ. പ്രിയപ്പെട്ട റസൂലുള്ള നടന്നുപോയ, സ്വഹാബത്ത് നടന്നുപോയ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടന്നുപോയ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടന്നുപോയ, പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും നടന്നുപോയ ആ പരിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിന്റെ മാലാകമാര് വലയം ചെയ്യുന്ന കഅബാലയം, സ്വർഗത്തിന്റെ പള്ളി, അതിന്റെ മുകളിലാണ് ബൈത്തുൽ മഅമൂർ. അങ്ങനെയുള്ള കഅബാലയത്തിൽ നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുമ്പോ നമ്മുടെ കൂടെ എത്ര ഔലിയാക്കൾ നടക്കുന്നുണ്ടെന്നറിയോ? എത്ര സൂഫിയാക്കൾ നടക്കുന്നുണ്ടെന്നറിയോ? തിക്കിയും തിരക്കുമായി നടക്കുമ്പോ അല്ലാഹു ഈമാനെ പരിശോധിക്കുന്നുണ്ട്. അതിലൂടെ നടന്ന് കടന്നു പോകുന്നവരാണ് നമ്മൾ. അവിടത്തേക്ക് ഒരൊറ്റവട്ടം പോയി വന്നവരോട് ചോദിച്ചു നോക്ക്, അല്ലാഹുവേ ഇനിയും സമ്പത്തുണ്ടെങ്കിൽ ഇനിയും പോകാൻ മനസ്സ് കൊതിക്കുകയാണ്. എത്ര പോയാലും മതി വരില്ലല്ലോ, എത്ര തവാഫ് ചെയ്താലും
മതി വരില്ലല്ലോ, അവിടെ ചെന്ന് എത്ര നിസ്കരിച്ചാലും മതി വരില്ലല്ലോ, എത്ര ഖുർആൻ ഓതിയാലും മതി വരില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലിയിട്ടുണ്ടെങ്കിലും അവിടെ ചെന്നിട്ടൊരു ഒറ്റവട്ടം ചൊല്ലുമ്പോ 1,00,000 പ്രാവശ്യം ചൊല്ലിയിട്ടുള്ള പ്രതിഫലം കിട്ടുകയാണ്. തൗബ ചെയ്യാൻ, കരയാൻ, അല്ലാഹുവിലേക്ക് ഏറ്റു പറയാൻ ഇതുപോലൊരു അവസരം അല്ലാഹു നമുക്ക് തരുമല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് പറഞ്ഞു പോവുകയാണ്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിൽ എന്നെത്തിയിട്ട് കരഞ്ഞു പോയ എത്ര സ്വഹാബത്തുണ്ട്, വേദനപ്പെട്ട എത്ര സ്വഹാബത്തുണ്ട്, നൊമ്പരപ്പെട്ട എത്ര സ്വഹാബത്തുണ്ട്. കാലിന്റെ നഖത്തിന്റെ ഒരു ഭാഗം മുഴുവനും ഇളവിപ്പോയ ഒരു സ്വഹാബി ഇരുന്ന് കരയുന്നുണ്ട്. ആ കരയുന്ന സമയത്ത് കൂടെ ഉള്ളവർ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഉടൻ തന്നെ അവര് പറഞ്ഞു, റബ്ബേ, കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധരായ ഇബ്രാഹിം നബി കടന്നുപോയ വഴികളാണല്ലോ, ഇബ്രാഹിം നബി കടന്നുപോയ വഴിയാണല്ലോ. ഈ കാല് വയ്യാതെ നടക്കുമ്പോ കാല് വേദനിക്കുകയാണ്. ഞാൻ ആലോചിച്ച് കരഞ്ഞത് കാലിന്റെ വേദനയല്ല, അല്ലാഹു എനിക്ക് തന്നുപോയൊരു സമയമുണ്ടായിരുന്നു, നല്ല ആരോഗ്യമുള്ള സമയമുണ്ടായിരുന്നു, എന്റെ കാലിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു, എന്റെ കണ്ണിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്തൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല. ഇന്ന് കാലിന് വേദനയെടുത്തപ്പോ എനിക്കത് സഹിക്കുന്നില്ലല്ലോ. ഇനി എങ്ങനെയാണ് കഅബാലയത്തിന് വട്ടമിട്ടുകൊണ്ട് നടക്കുന്നത്? അതോർത്തുകൊണ്ടാണ് കരഞ്ഞു പോകുന്നത് എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ ആവർത്തിച്ചു പറയാ, ഈ സ്വഹാബി കരഞ്ഞിട്ടങ്ങ് തളരുകയാണ്. കഅബാലയത്തിന്റെ അരികത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കരയാണ്, മന പൊട്ടിയിട്ട് സങ്കടം, കണ്ണീരിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളരുകയാണ്. വല്ലാതെ കരഞ്ഞിട്ട് പറയാ, എനിക്കിതിന് കഴിയില്ലല്ലോ, എനിക്കിതിന് കഴിയുന്നില്ലല്ലോ, എനിക്കിതിന് പറ്റില്ലല്ലോ. അതുകൊണ്ട് മനസ്സ് വല്ലാതെ വേദനിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് വല്ലാതെ കരച്ചിലാണ്. ആ കരച്ചില് കണ്ടിട്ട് മകനരികത്തേക്ക് ചെന്ന് ഉപ്പയുടെ, എന്തേ ഉപ്പാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ഉപ്പ പറഞ്ഞു, മോനെ ആമിറേ, ഈ പരിശുദ്ധമായ പവിത്രമായ തവാഫിന് ഞാൻ വന്നതാ. എന്റെ കാല് മുഴുവനും വേദനിച്ചു പോയിട്ടുണ്ടല്ലോ, എന്റെ കാല് മുഴുവനും വേദനിക്കുകയാണ്, ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ മകനെന്താ ചെയ്തയെന്നറിയോ? ഉപ്പാനെ തോളിലായി ഏറ്റി നടന്നാനെ കഅബതൻ ചാരത്തിരുന്ന് കരഞ്ഞാനെ, കണ്ണീര് വീണതാ പോയി മറഞ്ഞാനെ, കൽബിന്റെ വേദന ഒന്നോ പീഡഞ്ഞാനേ. ഉപ്പ ഇരുന്ന് കരയുകയാണ്. മോനെ, തഅബയുള്ള കഅബയുടെ ചുറ്റിലൂടെ ഞാൻ ഇങ്ങനെ നടന്നെങ്കിലും ഒരുപാട് തവാഫ് ചെയ്തെങ്കിലും നിന്റെ ചുമലിലാണല്ലോ, എന്റെ കാൽപാദം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് മോനെ, മനസ്സ് വല്ലാത്ത വേദനയാണ്, മനസ്സ് വല്ലാത്ത ദുഃഖമാണ്. എനിക്ക് അതാ നിനക്ക് ഉപ്പാക്ക് തരാ ഒരേ ഒരു ഉപദേശമേ ഉള്ളൂ, ഉപ്പാക്ക് തരാ ഒരേ ഒരു ഉപദേശമേ ഉള്ളൂ. കുഞ്ഞുമോനെ, അല്ലാഹു നിന്റെ കാലിനൊരു കുഴപ്പവും തന്നിട്ടില്ലല്ലോ, നിന്റെ കണ്ണിനൊരു കുഴപ്പവും തന്നിട്ടില്ലല്ലോ, നിന്റെ ആരോഗ്യത്തിനൊരു കുഴപ്പവും തന്നിട്ടില്ലല്ലോ, നിന്റെ മനസ്സിന് അല്ലാഹു ഒരു കുഴപ്പവും തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു ആരോഗ്യം തന്ന ഈ സമയം നല്ലതുപോലെ എന്റെ മകൻ നടക്ക്, ഈ കാണുന്ന കഅബാലയത്തെ കെട്ടിപ്പിടിച്ച് മുത്തം വെക്ക്, നിന്റെ ചുണ്ടുകളെ ചേർത്ത് പിടിച്ച് നിറഞ്ഞു ഒഴുകുന്ന കണ്ണുനീരോടെ നീ എന്ന് കരയ്, അല്ലാഹു നിനക്കതിനുള്ള സൗഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞ് പുന്നാര മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര ഉപ്പ അവിടെ നിന്ന് മുത്തം കൊടുക്കുകയാണ്. മകനെ ചേർത്ത് പിടിച്ച് ആ കവിൾത്തടത്തിൽ മുത്തം കൊടുക്കുകയാണ്. നിങ്ങളെ ചിന്തിച്ചു നോക്കിയേ. നമ്മളൊന്ന് പറയും, ഇന്നത്തെ അനുസരിച്ച് സ്വർണത്തിന് ഭയങ്കര വിലയാണ്. അമ്മമാരെ, സ്വർണത്തിന് ഭയങ്കര വില. അതെങ്ങനെ ഉസ്താദ് കൊടുത്തിട്ട് പോവാ? മകളെ കെട്ടിക്കാണ്ട് മോന്റെ പഠനമുണ്ട്, ഓക്കെ ശരിയായി, മക്കളൊക്കെ പഠിച്ചിട്ട് അവരൊക്കെ പഠിച്ചു വരട്ടെ ഉസ്താദെ, പഠിച്ചിട്ട് അവര് കൊണ്ടുപോകുമ്പോ അവിടെ ചെന്നിട്ട് ഒരമലും ചെയ്യാൻ പറ്റാതെ രോഗവുമായി കാലും വേദന എടുത്ത് ഏതെങ്കിലും ഒരു മൂല കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് പറയാം, ആരോഗ്യമുള്ളൊരു സമയം,
ആരോഗ്യമുള്ള സമയം നമ്മൾ നല്ലതുപോലെ പോവുക. അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ആരോഗ്യമുള്ളൊരു സമയത്ത് നമ്മൾ ഉംറകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താം. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ഇല്ല, ഇന്നിപ്പോ ഏതായാലും മിക്കുള്ള ആളുകളുടെ കയ്യിൽ ഒരു ഉംറ അല്ല 2 ഉംറയ്ക്ക് പോകാനുള്ള ആ ഒരു സന്തോഷം അവരിലുണ്ട്. ഒരു ഉംറയല്ല, അവർക്ക് ഒരുപാട് സന്തോഷം അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നന്മയിലൂടെ കടന്നു പോകണം. അതിനല്ലാഹു തൗഫീഖ് തരട്ടെ, അതിനല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകളെയും അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാ ദിവസവും ഇതുപോലെ കടന്നു വരുന്നവരാണ്. അല്ലാഹുവേ, തട്ടിക്കളയല്ലേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ, വേദന കൊടുക്കല്ലേ അല്ലാ, സങ്കടമോ വിഷമങ്ങളോ കൊടുത്തിട്ട് കണ്ണീരിലാക്കല്ലേ റബ്ബേ. ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാ. ഖൈറായ വഴികളെ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സ്വീകരിക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ മകൻ ഖബറിലാണ്, ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ഹജ്ജിന് പോകുന്നവരാണ് അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാണ്, നീ തട്ടല്ലേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. കഴിവിന്റെ പരമാവധി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എല്ലാ ദിവസവും കറക്റ്റ് 2 ആകുമ്പോൾ കൂടാ. അള്ളാഹു തആല സ്വീകരിച്ച് സന്തോഷവും സമാധാനവും തരട്ടെ. നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.